നമസ്കാരം. ഡെയിലി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആസിയാൻ ഉച്ചകോടിയിൽ മോദി ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടാകില്ല. മോദി പങ്കെടുക്കുന്നത് വെർച്വലായി. റഷ്യയിലെ ഏറ്റവും വലിയ 2 എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ. ധാരണയിൽ ഒപ്പുവെച്ചത് വിദ്യാഭ്യാസ സെക്രട്ടറി. 1500 കോടി രൂപയുടെ SSA ഫണ്ട് ഉടൻ ലഭിക്കും. നടപടി CPIയുടെ എതിർപ്പ് മറികടന്നു. അബുദാബിയിൽ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ വർദ്ധിക്കുന്നതായി വിലയിരുത്തൽ. നിക്ഷേപ ബാങ്കിംഗ് മേഖലകളിൽ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്. ദുബായിൽ ഹോട്ടൽ മേഖലയ്ക്ക് വൻ ഇളവുകൾ. ലക്ഷ്യം വിനോദസഞ്ചാര വികസനം. കുവൈറ്റിൽ താമസ വിലാസം പുതുക്കാത്തവർക്ക് കടുത്ത പിഴ ഈടാക്കുമെന്ന് മുന്നറിയിപ്പ്. മനുഷ്യമോചനം വിദ്യാഭ്യാസത്തിലൂടെയെന്ന് പഠിപ്പിച്ച ആചാര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വികസിത ഭാരതത്തിന് മുതൽക്കൂട്ടേകാൻ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയട്ടെ എന്നും രാഷ്ട്രപതി. കേരള സന്ദർശനം തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ 2ാം പ്രതി മുരാരി ബാബുവിനെ 14 ദിവസം റിമാൻഡ് ചെയ്ത് റാന്നി കോടതി. കസ്റ്റഡി അപേക്ഷ പിന്നീട് നൽകുമെന്ന് പോലീസ്. സ്വർണ്ണപ്പാളി ചെമ്പ് എന്നെഴുതിയത് മുരാരി ബാബു മനഃപൂർവ്വം ചെയ്തതെന്നും ഓറ്റിക്കൊപ്പം ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ട്. സ്കൂൾ കായികമേളയിൽ നിവേദ് കൃഷ്ണ വേഗത രാജാവ്. വേഗറാണി ആദിത്യാജി. ജൂനിയറിൽ വേഗതാരങ്ങളായി അതുലും ദേവനന്ദയും. പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരം 1ാമത്. അഡ്ലെയ്ഡ് ഏകദിനത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച് പരമ്പര സ്വന്തമാക്കി ഓസ്ട്രേലിയ. PM ശ്രീയിൽ ഒപ്പുവെച്ച് സംസ്ഥാന സർക്കാർ. നടപടി CPI എതിർപ്പ് അവഗണിച്ച്. തടഞ്ഞുവെച്ച SSA ഫണ്ട് ഉടൻ നൽകുമെന്ന് കേന്ദ്രം അറിയിക്കുന്നു. ശക്തമായ വിയോജിപ്പ് അറിയിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്ത് വന്നിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി അൻഫിൽറ്റ് സൂസ തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട്. അൻഫിൽറ്റ്, വൈകിയ വേളയിലാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടിരിക്കുന്നു. CPI മന്ത്രിസഭയിൽ പോലും എതിർപ്പും രേഖപ്പെടുത്തിയിട്ട് പോലും സംസ്ഥാന സർക്കാർ അതിന് തുനിഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. CPI കടുത്ത വിയോജിപ്പ് എന്ന് പറയുമ്പോൾ CPI അതിന്റെ എല്ലാ ഫോറങ്ങളിലും, പ്രത്യേകിച്ച് മന്ത്രിസഭയിലെ മന്ത്രിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തി. അതിന് പിന്നാലെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് കൗൺസിലൊക്കെ തന്നെയും CPIയുടെ സംസ്ഥാന നേതൃത്വം വലിയ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇത് എന്ത് സംഭവിച്ചാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ്, പരസ്യമായി പോലും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ വിയോജിപ്പ് പറയുമ്പോഴാണ് കടുത്ത വിയോജിപ്പും കടുത്ത എതിർപ്പും അവഗണിച്ചുകൊണ്ട് സർക്കാർ അതിന് ഒപ്പിട്ടിരിക്കുന്നു. PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി M വാസുകിയാണ് ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതായത് ഈ കരാറിൽ ഒപ്പിടുന്നതോടുകൂടി PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി കേരളം മാറുന്നു. കേരളം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്, ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതോടുകൂടി കേരളത്തിന് ലഭ്യമാകുന്ന ഫണ്ട് അതൊരു കാരണവശാലും അത് പാഴാക്കാൻ പാടില്ല എന്നാണ്. ഇതോടുകൂടി 1500 കോടി രൂപയുടെ ഫണ്ടാണ് കേരളത്തിന് ലഭിക്കുന്നത്. ഇത് ലഭിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാകുമെന്നൊരു ചോദ്യമാണ് ഈ കേരളം അഭിമുഖീകരിക്കുന്നത്. അതിന് കേരളം വിജയമാകുമോ എന്നുള്ളതാണ്. കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിനപ്പുറത്തേക്ക് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടാണ് ഈ PM ശ്രീ പദ്ധതി എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം PM ശ്രീ പദ്ധതിയുടെ കരാറിലൊക്കെ തന്നെയും അതിന് കൃത്യമായി പറയുന്നത് ഈ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് PM ശ്രീയുമായി കരാറിൽ ഒപ്പിടുന്നത് അവിടെയൊക്കെ തന്നെയും ആ സ്കൂളുകളിൽ ഫണ്ട് അനുവദിക്കുമ്പോൾ അവിടെയൊക്കെ PM ശ്രീയുടെ ബോർഡ് കൃത്യമായി കാണുകയും ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ PM ശ്രീ പദ്ധതിയാണ് എന്ന രീതിയിൽ കൃത്യമായി അത് സ്റ്റാമ്പ് ചെയ്യപ്പെടുന്ന രീതിയിൽ തന്നെ അത് കാണിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. ഇതിലൊക്കെ തന്നെ കേരളം വില്ലിങ് ആകുന്നു. അതിനപ്പുറത്തേക്ക് കേരളം ആ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടി ഇത് അവസാനിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് കേന്ദ്രം എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത് അതിനൊക്കെ തന്നെയും കേരളം വഴങ്ങുന്നു എന്നൊരു സന്ദേശം കൂടി ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതോടുകൂടി സംഭവിക്കുകയാണ്. ഇനി അറിയേണ്ടത് CPI എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ്. കാരണം ഇത്രയും പരസ്യമായ വിയോജിപ്പുണ്ടായിട്ട് കൂടി സർക്കാർ മുന്നോട്ട് പോകുന്നു.
CPM എങ്ങനെ ഇതിനെ ന്യായീകരിക്കും, ഇതിനെ ബാധിക്കും, CPM എന്ത് വിശദീകരണമാകും കാര്യത്തിൽ CPIയുടെ വിയോജിപ്പിനിടയിൽ പോലും ഈ പദ്ധതിയുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാരണം എങ്ങനെ സർക്കാർ വിശദീകരിക്കും? അതോടുകൂടി തന്നെ പ്രതിപക്ഷത്തിലെ പരിഹാസം ഏത് രീതിയിലായിരിക്കും, പ്രത്യേകിച്ച് CPIയോടുകൂടി ഈ കാര്യങ്ങളിലൊക്കെ തന്നെയാകും ഈ നാളെ മുതൽ കേരള രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചൂടേറിയ ചർച്ചയാവുക. രാജേഷ് അൻഫിൽറ്റാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ മുരാരി ബാബു 14 ദിവസം റിമാൻഡിൽ. റാന്നി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നൽകിയില്ല. പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകും. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ച കേസിലും കട്ടിളപ്പാളിയുടെ സ്വർണം മോഷ്ടിച്ച കേസിലുമായി 2 കേസുകളാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ മോഷണ കേസിൽ 2ാം പ്രതിയും കട്ടിളപ്പാളിയുടെ സ്വർണം മോഷ്ടിച്ച കേസിൽ 6ാം പ്രതിയുമാണ് ഇയാൾ. പ്രതിക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കേസിൻ്റെ ആഴവും പരപ്പവും കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ഈ മാസം 29-ന് പ്രൊഡക്ഷൻ വാറണ്ട് നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു മുരാരി ബാബു. പ്രത്യേക അന്വേഷണ സംഘം രാവിലെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. 2019-ൽ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ചെമ്പുപാളികളെന്ന് മാസ്റ്ററിൽ രേഖപ്പെടുത്തുകയും സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്നുമാണ് ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത്. ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു നടത്തിയ ചോദ്യം ചെയ്യലിനെ തുടർന്ന് രാവിലെ 10 മണിയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2019-ൽ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതിന് മുമ്പ് മഹസറിൽ ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബുവാണ്. പിന്നീട് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി നിയോഗിക്കാൻ ബോർഡിൽ നിർദ്ദേശിക്കുകയും സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കേസിൽ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ ആദ്യ അറസ്റ്റാണ് 2ാം പ്രതിയായ മുരാരി ബാബുവിൻ്റേത്. 10 മണിക്കൂറുകളോളം തുടർന്ന ചോദ്യം ചെയ്യലിൽ കേസിന് നേതൃത്വം നൽകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ADGP H. വെങ്കടേഷും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയാണ് കോടതിയിൽ ഹാജരാക്കാൻ റാന്നിയിലേക്ക് കൊണ്ടുപോയത്. മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയും അല്ലാതെയും കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കും. ഉദ്യോഗസ്ഥ തലത്തിൽ കൂടുതൽ പേരുടെ പങ്കുകൾ സംബന്ധിച്ചും മുരാരി ബാബുവിൽ നിന്നും സംഘം ചോദിച്ചറിയും. കൂടുതൽ പേരുടെ അറസ്റ്റ് അതിനുശേഷം ഉണ്ടായേക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മനുഷ്യൻ്റെ മോചനം അന്ധവിശ്വാസത്തിലൂടെയല്ല വിദ്യാഭ്യാസത്തിലൂടെയാണെന്ന് പഠിപ്പിച്ച ആധ്യാത്മിക ആചാര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധിയുടെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന ഗുരുസൂക്തവും രാഷ്ട്രപതി മലയാളത്തിൽ ചൊല്ലി. രാജ്ഭവനിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വർക്കലയിലെത്തിയ രാഷ്ട്രപതി ആദ്യം ശ്രീനാരായണ ഗുരു സമാധിയിലും ശാരദാ മഠത്തിലും ദർശനം നടത്തി. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മന്ത്രിമാരായ VN വാസവൻ, V. ശിവൻകുട്ടി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മനുഷ്യന്റെ മോചനം അന്ധവിശ്വാസത്തിലൂടെയല്ല വിദ്യാഭ്യാസത്തിലൂടെയാണെന്ന് പഠിപ്പിച്ച ആധ്യാത്മിക ആചാര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു. അടിച്ചമർത്തപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകി ഗുരു അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തി. ആധുനിക കാലത്തും ഗുരുവിന്റെ ദർശനങ്ങൾ ഏറെ പ്രസക്തമെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഗുരുസൂക്തം മലയാളത്തിൽ രാഷ്ട്രപതി ചൊല്ലുകയും ചെയ്തു. He gave the powerful message of one caste, one religion, one God for mankind. Jati bhedam motodesham edumillade sarvarum. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വികസിത ഭാരതത്തിന് മുതൽക്കൂട്ടാക്കാൻ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയട്ടെ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ഗുരുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട നാടാണ് കേരളമെന്ന് രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. പാലാ സെന്റ് തോമസ് കോളേജിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിൽ പാലായിലെത്തിയ രാഷ്ട്രപതി കോളേജിലെ ചടങ്ങുകൾക്ക് ശേഷം കുമരകത്തേക്ക് മടങ്ങി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം.
സഹോദരീ സഹോദരന്മാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്ത് പ്രസംഗം തുടങ്ങിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു നവോത്ഥാന കാലത്തിലേക്ക് കോട്ടയം നടത്തിയ ചുവടുവെപ്പുകൾ ഓർത്തെടുത്തു. ഐത്തോച്ചാടനത്തിനായി നടന്ന വൈക്കം സത്യാഗ്രഹവും അച്ചടി വിദ്യയ്ക്കായി കോട്ടയം നൽകിയ സംഭാവനകളും രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. Kottayam has witnessed glorious chapters of social and educational transformations. The great movement for eradication of untouchability, famous as Vaikom Satyagraha, took place in Kottayam 100 years ago. Kottayam is known as Akshar Nagari because it has been a fountain lead of literacy and education. The first printing press in Kerala and one of the earliest in India was established in Kottayam. പാലാ സെന്റ് തോമസ് കോളേജിന്റെ ജൂബിലി സ്മാരകമായ പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും ചടങ്ങിൽ രാഷ്ട്രപതി നിർവഹിച്ചു. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ ജന്മസ്ഥലമായ കോട്ടയത്ത് എത്തിച്ചേരാനായതിൽ അതിയായ സന്തോഷം ദ്രൗപദി മുർമു രേഖപ്പെടുത്തി. പാലാ സെന്റ് തോമസ് കോളേജിന്റെ അഭിമാനമായ വോളിബോൾ താരം ജിമ്മി ജോർജിന്റെ കായിക നേട്ടങ്ങൾ രാഷ്ട്രപതി അനുസ്മരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പാലായിലെത്തിയ രാഷ്ട്രപതിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രി VN വാസവൻ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോളേജിലെ ചടങ്ങുകൾക്ക് ശേഷം ഹെലികോപ്റ്ററിൽ കോട്ടയം പോലീസ് ഗ്രൗണ്ടിലെത്തിയ രാഷ്ട്രപതി അവിടെ നിന്ന് റോഡ് മാർഗം കുമരകം താജ് ഹോട്ടലിലേക്ക് പോയി. ഇന്ന് കുമരകത്ത് തങ്ങുന്ന രാഷ്ട്രപതി നാളെ രാവിലെ 11-ന് കോട്ടയത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും. അമൃത ന്യൂസ്, കോട്ടയം. രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുക്കാത്തതിനെ ചൊല്ലി വിവാദം. പരിപാടി ഇരുവരും ബഹിഷ്കരിച്ചതാണെന്നും KR നാരായണനോടുള്ള അവഹേളനമാണെന്നും വിമർശനമുന്നയിച്ച് BJP രംഗത്ത് വന്നു. അതേസമയം വാതുക്കൽ പോയി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഒമാനിലാണ്. രാവിലെ രാജ്ഭവനിലായിരുന്നു മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങ് നടന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ക്ഷണമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നടന്ന പരിപാടിയിൽ ഇരുവരും പങ്കെടുത്തിരുന്നില്ല. മുഖ്യമന്ത്രി വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാനിലാണ്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ രാജ്ഭവനിൽ നിന്ന് ക്ഷണമുണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ വൈകിയാണ് ക്ഷണിച്ചതെന്നാണ് ആരോപണം. അതേസമയം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചടങ്ങ് ബഹിഷ്കരിച്ചതാണെന്നും KR നാരായണനോടുള്ള അവഹേളനമെന്നുമാണ് BJPയുടെ ആരോപണം. കേരളത്തിലെ ദളിത് സമൂഹത്തെ ഇരുവരും അവഹേളിച്ചുവെന്ന മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ കുറ്റപ്പെടുത്തി. രാഷ്ട്രപതിയുടെ സന്ദർശനം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടും മുഖ്യമന്ത്രിക്ക് വിദേശയാത്രയുടെ സമയം മാറ്റാമായിരുന്നുവെന്നും തിരുവനന്തപുരത്തുണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് മനഃപൂർവ്വം പങ്കെടുത്തില്ല എന്നുമാണ് BJPയുടെ വിമർശനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പേരാമ്പ്ര ആക്രമണം ആസൂത്രിതമായി പോലീസ് സൃഷ്ടിച്ചതാണെന്ന് ഷാഫി പറമ്പിൽ MP. തന്നെ മർദ്ദിച്ചത് CA അഭിലാഷ് ഡേവിഡാണെന്ന് ഷാഫി ആരോപിച്ചു. പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ ഷാഫി പറമ്പിൽ പുറത്തുവിട്ടു. ഭരണകൂടത്തെയും പോലീസിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ദൃശ്യങ്ങളാണ് ഷാഫി പറമ്പിൽ MP പുറത്തുവിട്ടത്. പേരാമ്പ്ര സംഘർഷത്തിനിടെ പോലീസ് ഷാഫിയെയും UDF പ്രവർത്തകരെയും ആക്രമിക്കുന്നതാണ് ദൃശ്യങ്ങൾ. ക്രിമിനൽ ബന്ധത്തിന്റെ പേരിൽ മുമ്പ് സസ്പെൻഷൻ നടപടി നേരിട്ട CI അഭിലാഷ് ഡേവിഡാണ് തന്നെ ആക്രമിച്ചതെന്ന് ഷാഫി ആരോപിച്ചു. വടകര കൺട്രോൾ റൂമിന്റെ CA FIR-ൽ പറയുന്നു ഇയാളുടെ സാന്നിധ്യം അവിടെയുണ്ട്. ആ അഭിലാഷ് ഡേവിഡും ഈ അഭിലാഷ് ഡേവിഡും ഒന്നാണെങ്കിൽ ഇവരെ രേഖപ്രകാരം, കാരണം ഫോട്ടോ കാര്യങ്ങളൊന്നും സൈറ്റിലില്ലല്ലോ, അതെന്താ കൊടുക്കാത്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ പ്രഥമ വിവരത്തിൽ പറയുന്നുണ്ട്. പിന്നെ IPSHO, അതുപോലെ ബാലുശ്ശേരി IPSHO, കുറ്റ്യാടി IPSHO, പെരുവണ്ണാമൂഴി IPSHO, വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ്. CPM-ന് ഗുണ്ടാപ്പണിയെടുക്കുന്ന ചില പോലീസുകാരാണ് പേരാമ്പ്രയിൽ UDF പ്രകടനത്തിന് നേരെ ആക്രമണം നടത്തിയതെന്ന് ഷാഫി പറഞ്ഞു. MP ആശുപത്രിയിൽ അഡ്മിറ്റായോന്ന് DYSP ഹരിപ്രസാദ് മറ്റു പോലീസുകാരോട് ചോദിക്കുന്ന ദൃശ്യവും ഷാഫി പറമ്പിൽ പുറത്തുവിട്ടു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പിണറായി സർക്കാർ പോലീസിനെ കൊണ്ട് ആക്രമണം നടത്തിക്കുകയായിരുന്നു. CPM ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കില്ലെന്നും ഷാഫി വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്. ASEAN ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുത്തേക്കില്ല. ഇതോടെ മോദി ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടാകില്ല. അതേസമയം വെർച്വലായി നരേന്ദ്രമോദി പങ്കെടുക്കും. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഉച്ചകോടിയിൽ പങ്കെടുക്കും.
പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപുമായുള്ള നേരത്തെ ഉണ്ടായിരുന്ന ഫോൺ സംഭാഷണത്തിൽ പാകിസ്ഥാൻ വിഷയം ചർച്ചയായില്ല എന്നാണ് വിവരം. ഈ മാസം 26 മുതൽ 28 വരെയാണ് മലേഷ്യയിൽ ആസിയാൻ ഉച്ചകോടി നടക്കുന്നത്. വിനോദസഞ്ചാര വികസനം ലക്ഷ്യമിട്ട് ഹോട്ടൽ മേഖലയ്ക്ക് വൻ ഇളവുകൾ അനുവദിച്ച ദുബായ് സാമ്പത്തിക വിനോദസഞ്ചാര വകുപ്പ്. ദുബായ് സൗത്ത്, പാം ജബൽ അലി, ദുബായ് പാർക്ക്, ദുബായ് അയർലൻഡ് എന്നിവിടങ്ങളിലെ ഹോട്ടൽ പദ്ധതികൾക്കാണ് 2 വർഷത്തേക്ക് ഫീസ് ഇളവ് പ്രഖ്യാപിച്ചത്. UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഹോട്ടൽ വ്യവസായത്തിനുള്ള പ്രത്യേക ഇളവുകൾ പ്രഖ്യാപിച്ചത്. ദുബായ് സൗത്ത്, പാം ജബൽ അലി, ദുബായ് പാർക്ക്, ദുബായ് ഐലൻഡ് എന്നിവിടങ്ങളിലെ ഹോട്ടൽ പദ്ധതികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. ഹോട്ടൽ മുറികൾക്കുള്ള മുനിസിപ്പാലിറ്റി ഫീസും ടൂറിസം നികുതിയും ഇതുപ്രകാരം 2 വർഷത്തേക്ക് ഈടാക്കില്ല. കൂടുതൽ ഹോട്ടൽ സംരംഭകരെയും വിനോദസഞ്ചാരികളെയും ദുബായിലേക്ക് ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. താമസിക്കാനും ജോലി ചെയ്യാനും നിക്ഷേപിക്കാനും വിനോദസഞ്ചാരത്തിനും ഏറ്റവും മികച്ച നഗരമാക്കി ദുബായിയെ മാറ്റിയെടുക്കുകയാണ് ലക്ഷ്യം. ഈ വർഷം ആദ്യ 8 മാസങ്ങളിൽ 1.25 കോടി രാജ്യാന്തര സന്ദർശകർ ദുബായിലെത്തിയെന്നാണ് കണക്ക്. ശരാശരി 78.5% ഹോട്ടൽ മുറികളിലും താമസക്കാരുണ്ടായിരുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, ദുബായ്. ആഗോള സാമ്പത്തിക നയത്തിനും അന്താരാഷ്ട്ര സഹകരണത്തിനും പുതിയ ഊർജം പകർന്ന യുണൈറ്റഡ് ഡിപ്ലോമാറ്റിക് കൗൺസിലിൻ്റെ ഉന്നതതല വ്യാപാര സമ്മേളനം സമാപിച്ചു. ജിദ്ദയിൽ റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിൽ നടന്ന സൗദി വിഷൻ 2030 ലക്ഷ്യങ്ങൾ മുൻനിർത്തി വ്യാപാരം, നിക്ഷേപം, സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർണായക ചർച്ചകളാണ് സമ്മേളനത്തിൽ നടന്നത്. ആഗോള നയതന്ത്ര രംഗത്തെ പ്രമുഖർ അണിനിരത്തി യുണൈറ്റഡ് ഡിപ്ലോമാറ്റിക് കൗൺസിൽ UDC സംഘടിപ്പിച്ച സാമ്പത്തിക നയതന്ത്രം, അന്താരാഷ്ട്രവൽക്കരണം എന്നിവയെക്കുറിച്ചുള്ള വ്യാപാര സമ്മേളനം ശ്രദ്ധേയമായി. മുതിർന്ന നയതന്ത്രജ്ഞർ, വ്യാപാര കമ്മീഷണർമാർ, ഓണററി കൗൺസിലർമാർ, പ്രമുഖ ബിസിനസ് നേതാക്കൾ എന്നിവർ പങ്കെടുത്ത സമ്മേളനം ചൈന, ഫിലിപ്പൈൻസ്, സുഡാൻ, കസാഖിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ എംബസി പ്രതിനിധികളുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. സമ്മേളനത്തിൽ അന്താരാഷ്ട്ര സഹകരണം, സാമ്പത്തിക പ്രതിരോധ ശേഷി, അതിർത്തി കടന്നുള്ള നിക്ഷേപം എന്നിവ ചർച്ച ചെയ്തു. ഇന്ത്യൻ ഇക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷൻ പ്രസിഡന്റും ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാനുമായ ഡോക്ടർ ആസിഫ് ഇക്ബാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ അന്താരാഷ്ട്ര വ്യാപാരത്തിലും നയതന്ത്രത്തിലും സൗദി അറേബ്യയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം AACC വൈസ് ചെയർമാൻ റയീദ് ഹബീബ് എടുത്തു പറഞ്ഞു. സംരംഭകരും സ്വകാര്യ സ്ഥാപനങ്ങളും ഇപ്പോൾ ആഗോള സഹകരണത്തിൽ പരിവർത്തനപരമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സൗദി അറേബ്യയുടെ AACC ട്രേഡ് കമ്മീഷണറായ ഹാരിസ് ഹനീഫ ചൂണ്ടിക്കാട്ടി. ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ഡിപ്ലോമാറ്റിക് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച എക്കണോമിക് ഡിപ്ലോമസി ആൻഡ് UDC ട്രേഡ് കോൺഫറൻസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സൗദി അറേബ്യയുടെ ബൈലാറ്ററൽ ട്രേഡ്സ് വിത്ത് അതർ കൺട്രീസുമായിട്ടുള്ളത് എസ്കലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഇനിഷ്യേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്തത്. UDC വൈസ് പ്രസിഡന്റ് വാലി കശ്ബി, അറേബ്യൻ ഒറൈസൺ കമ്പനി സ്ഥാപകൻ ഷാക്കിർ ഹുസൈൻ, The kingdom has launched groundbreaking initiatives to attract global talent. ചൈനീസ് എംബസിയിലെ കൊമേഴ്സ്യൽ കൗൺസിൽ ലോയി തുടങ്ങിയവർ സംസാരിച്ചു. സുൽഫിഖ്രോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. ഒന്നിച്ചു നിന്ന് നാളെ നിർമ്മിക്കാം എന്ന പ്രമേയത്തിൽ ദുബായിൽ നടന്ന കോൺക്ലേവിൽ പാർലമെന്റ് അംഗം ഡോക്ടർ ശശി തരൂർ സംബന്ധിച്ചു. UAEയുടെ സംരംഭകത്വ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ നവീകരണം, സഹകരണം, കമ്മ്യൂണിറ്റി എന്നിവ എങ്ങനെ പങ്ക് വഹിക്കുന്നു എന്നത് സംബന്ധിച്ച ആശയങ്ങളാണ് കോൺക്ലേവിൽ ചർച്ച ചെയ്തത്. UAEയുടെ കമ്മ്യൂണിറ്റി വർഷാചരണത്തിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഡോക്ടർ ശശി തരൂരിൻ്റെ പ്രഭാഷണം. വ്യത്യസ്ത തുറകളിലുള്ള വ്യവസായ പ്രമുഖരും നയരൂപീകരണ വിദഗ്ധരും സംരംഭകരും പരിപാടിയിൽ പങ്കെടുത്തു. ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ കീഴിലെ ഹംദാൻ ഇന്നൊവേഷൻ ഇൻക്യുബേറ്ററിൻ്റെ ഔദ്യോഗിക അംഗീകാരമുള്ള RAG ഹോൾഡിംഗ്സിൻ്റെ RAG ടവർ ചടങ്ങിൽ അനാച്ഛാദനം ചെയ്തു. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന നിർദ്ദേശവുമായി അബുദാബി പോലീസ്. വ്യാജ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾ, ബാങ്കിംഗ് സന്ദേശങ്ങൾ, നിക്ഷേപ പദ്ധതികൾ എന്നിവ വിശദീകരിച്ചുകൊണ്ട് എത്തുന്ന ഫോൺ കോളുകളെയും സന്ദേശങ്ങളെയും അവഗണിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. ജാഗ്രത പാലിക്കുക എന്ന പ്രമേയത്തിൽ ഇത് സംബന്ധിച്ച പ്രത്യേക ക്യാമ്പയിൻ അബുദാബി പോലീസ് ആരംഭിച്ചു. 3 മാസം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടിയിൽ UAE ആഭ്യന്തര മന്ത്രാലയം, മറ്റ് പോലീസ് വിഭാഗങ്ങൾ, UAE സൈബർ സുരക്ഷാ കൗൺസിൽ, അബുദാബി മീഡിയ, ഫസ്റ്റ് അബുദാബി ബാങ്ക്, അബുദാബി ഇസ്ലാമിക് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ സഹകരിക്കുന്നുണ്ട്.
കുവൈറ്റിൽ താമസവിലാസം പുതുക്കാത്തവർക്ക് മുന്നറിയിപ്പ്. താമസവിലാസം 1 മാസത്തിനകം പുതുക്കാൻ 546 വ്യക്തികളോട് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ആവശ്യപ്പെട്ടു. പാസി മുഖേന നേരിട്ടോ അല്ലെങ്കിൽ സർക്കാർ ആപ്ലിക്കേഷനായ സഹേൽ വഴിയോ വിലാസം പുതുക്കാം. വിലാസം നീക്കം ചെയ്ത വ്യക്തികളുടെ പേരുകൾ പാസി ഔദ്യോഗിക ഗസറ്റായ കുവൈറ്റ് അൽ യൗമിൽ പ്രസിദ്ധീകരിച്ചു. ഉടമകളുടെ അഭ്യർത്ഥന പ്രകാരമോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയതിനാലോ ആണ് ഇവരുടെ വിലാസങ്ങൾ സിവിൽ ഇൻഫർമേഷൻ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തതെന്ന് അതോറിറ്റി അറിയിച്ചു. നിർദ്ദേശം പാലിക്കാത്തവർക്ക് പിഴ ലഭിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ഓരോ വ്യക്തിക്കും 100 കുവൈറ്റ് ദിനാറാണ് പിഴ. കുവൈറ്റിൽ ജുമുഅ ഖുതുബയും മതപരമായ പരിപാടികളും ആംഗ്യഭാഷയിൽ നടത്തുന്നതിന് ഓരോ ഗവർണറേറ്റിലും ചുരുങ്ങിയത് ഒരു പള്ളിയെങ്കിലും അനുവദിക്കണമെന്ന് സാമൂഹിക കുടുംബ ശിശുക്ഷേമകാര്യ മന്ത്രി ഡോക്ടർ അംദാൽ അൽ ഹുവേ അറിയിച്ചു. ഔഖാഫ് ഇസ്ലാമിക കാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് അൽ വാസ്മിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം സമർപ്പിച്ചത്. അംഗപരിമിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭ കൺവെൻഷൻ പ്രഖ്യാപിച്ച വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിർദ്ദേശമെന്നും മന്ത്രി അറിയിച്ചു. ബദിരർ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും മതപരമായ സേവനങ്ങൾ നൽകുന്നതിൽ നീതിയുക്തവും സമത്വവുമായ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇതെന്നും അവർ അറിയിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇടയിൽ മതപരവും സാമൂഹികവുമായ അവബോധം വർദ്ധിപ്പിക്കുന്നതിനും മതപരമായ പരിപാടികളിൽ നിന്നുള്ള നേട്ടങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും ഈ നടപടി സഹായകരമാകുമെന്നും മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കുവൈറ്റിൽ ഉടനീളമുള്ള 591 തെരുവുകളുടെയും റോഡുകളുടെയും പേരുകൾ റദ്ദാക്കി പകരം നമ്പറുകളാക്കുന്നു. ഈ മാറ്റത്തിനായുള്ള കുവൈറ്റ് മുനിസിപ്പാലിറ്റിയുടെ അഭ്യർത്ഥന മുനിസിപ്പൽ കൗൺസിൽ അംഗീകരിച്ചു. 66 പ്രധാന തെരുവുകളുടെ പേരുകൾ നിലനിർത്താനും 3 തെരുവുകളുടെ പേരുകൾ അറബ് നഗരങ്ങളുടെയോ തലസ്ഥാനങ്ങളുടെയോ പേരുകളാക്കി മാറ്റാനും തീരുമാനിച്ചു. അബ്ദുള്ള അൽ മഹരിയുടെ അധ്യക്ഷതയിൽ ഞായറാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. തെരുവുകൾക്കും റോഡുകൾക്കും ഭരണാധികാരികൾ, സൗഹൃദ രാജ്യങ്ങളിലെ നേതാക്കൾ, ചരിത്ര പ്രസിദ്ധർ തുടങ്ങിയവരുടെ പേരുകൾ മാത്രമേ നൽകാവൂ എന്ന് കൗൺസിൽ വ്യക്തമാക്കി. സൗദിയിൽ നിയമലംഘനങ്ങൾ നടത്തുന്ന ഹോട്ടലുകളും ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റുകളും അടക്കമുള്ള ടൂറിസ്റ്റ് ഹോസ്പിറ്റാലിറ്റി സ്ഥാപനങ്ങൾക്കുള്ള പിഴകൾ ടൂറിസം മന്ത്രാലയം ഉയർത്തുകയും പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തു. ടൂറിസം മന്ത്രാലയത്തിൻ്റെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള പിഴ 50,000 റിയാലിൽ നിന്നും 2,50,000 റിയാലായി ഉയർത്തിയിട്ടുണ്ട്. 1-ാം വിഭാഗത്തിൽപ്പെടുന്ന മക്ക, മദീന, റിയാദ്, ജിദ്ദ, അൽഖോബർ നഗരങ്ങളിലെ സ്ഥാപനങ്ങൾക്കും ന്യൂം, റെഡ് സീ ദിരിയ, അമാല, ഖിദ്യ തുടങ്ങിയ മെഗാ പദ്ധതി പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങൾക്കുമാണ് 2.5 ലക്ഷം റിയാൽ പിഴ ചുമത്തുക. മറ്റ് നഗരങ്ങളിൽ 2-ാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന തായിഫ്, ദമാം, അബ്ഹ, ജിസാൻ അടക്കമുള്ള നഗരങ്ങൾക്കുള്ള ടൂറിസം സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഇല്ലാത്തതിനുള്ള പിഴ 50,000 റിയാലിൽ നിന്നും 1.5 ലക്ഷം റിയാലായി ഉയർത്തി. സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി ഷെയ്ഖ് ഡോക്ടർ സാലിഹ് ബിൻ ഫൈസാൻ ബിൻ അബ്ദുള്ള അൽ ഫൈസാനെ നിയോഗിച്ചു. സൗദി അറേബ്യയിലെ മുതിർന്ന പണ്ഡിതരുടെ കൗൺസിലിൻ്റെ ചെയർമാനായും പണ്ഡിത ഗവേഷണത്തിനും ഫത്വയ്ക്കുമുള്ള ജനറൽ പ്രസിഡൻസിയുടെ ജനറൽ പ്രസിഡന്റായും മന്ത്രി പദവിയോടെയാണ് നിയമനം. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെ നിർദ്ദേശപ്രകാരമാണ് നിയമനമെന്നും ഉത്തരവിൽ പറയുന്നു. സൗദി ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് അന്തരിച്ച ഒഴിവിലാണ് പുതിയ നിയമനം. വയർ ട്യൂബ് മേഖലകളിലെ ലോകത്തിലെ മുൻനിര പ്രദർശനമായ വയർ ആൻഡ് ട്യൂബ് അടുത്ത വർഷം ഏപ്രിൽ 16-17 തീയതികളിൽ ജർമ്മനിയിലെ ഡ്യൂസൽ ഡോർഫിൽ നടത്തുമെന്ന് സംഘാടകരായ മെസ് ഡ്യൂസൽ ഡോഫ് പ്രോജക്റ്റ് ഡയറക്ടർ ഡാനിയേൽ റൈഫിഷ് ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UAE, സൗദി അറേബ്യ തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും ദുഖാബ്, കൊരാനസ്, ബെഹ്റ ഇലക്ട്രിക് എന്നിവയടക്കം ലോകോത്തര സ്ഥാപനങ്ങൾ പങ്കെടുക്കും. UAE-യിൽ നിന്നും 16 കമ്പനികളാണ് സാന്നിധ്യം അറിയിക്കുക. ഇന്ത്യയിൽ നിന്നും വൻകിട സ്ഥാപനങ്ങൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 56 കമ്പനികൾ ഇതിനകം പങ്കാളിത്തം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹല കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഒക്ടോബർ 26 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 11 മണി വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൽ 15,000-ലേറെ ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംഗമത്തിൽ കാസർഗോഡ് ജില്ലയിലെ പ്രമുഖരായ ബിസിനസ് വ്യക്തിത്വങ്ങൾക്ക് ബിസ്പ്രൈം അവാർഡ് നൽകി ആദരിക്കും. വിശിഷ്ട അതിഥികളായി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, MA യൂസഫ് അലി, MP-മാരായ PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ്, ഹാരിസ് ബീരാൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർ പങ്കെടുക്കും. ദുബായ് KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി
യഹ്യ തളങ്കര, സലാം കന്യാപ്പാടി, ഹനീഫ് TR എന്നിവരടക്കമുള്ളവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കോഴിക്കോട് തെക്കേപ്പുറം കൂട്ടായ്മയായ BRC ജിദ്ദ 2025-26 ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ബാഡ്മിൻ്റൺ എന്നീ ടൂർണമെൻറ്റുകൾക്കുള്ള ലോഗോ പ്രകാശനം ചെയ്തു. കഴിഞ്ഞ വർഷത്തെ സ്പോൺസർമാരെ ആദരിക്കുകയും ചെയ്തു. മീഡിയ ഫോറം പ്രസിഡന്റ് കബീർ കൊണ്ടോട്ടി, അബ്ദുൾ റഹിമാൻ എന്നിവർ സ്പോൺസർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു. BRC പ്രസിഡന്റ് ഫിറൂസ് മാലിക് അധ്യക്ഷത വഹിച്ചു. സാജിദ് KM, സാദിഖ് അലി തൂവൂർ, ഷാക്കീർ ഹുസൈൻ, ലുക്മാൻ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്കൂൾ കായികമേളയിൽ തിരുനാവായ നാവാമുകുന്ദ സ്കൂളിലെ വിദ്യാർത്ഥിനി ആദിത്യ അജി വേഗറാണിയായി. നിവേദ് കൃഷ്ണയാണ് വേഗരാജാവ്. പെൺകുട്ടികളുടെ 100 മീറ്ററിൽ 12.13 സെക്കൻഡാണ് ആദിത്യ അജി കുറിച്ചത്. ആൺകുട്ടികളുടെ 100 മീറ്ററിൽ 10.79 സെക്കൻഡാണ് നിവേദ് കൃഷ്ണ ഫിനിഷ് ചെയ്യാനെടുത്തത്. 100 മീറ്റർ ഫൈനലിൽ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആലപ്പുഴയിൽ നിന്നുള്ള അതുൽ കൃഷ്ണ സ്വർണം നേടി. മീറ്റർ റെക്കോർഡോടെ അതുൽ കൃഷ്ണ 10.81 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. ജൂനിയർ പെൺകുട്ടികളുടെ 100 മീറ്റർ കോഴിക്കോട് ജില്ലയിലെ ദേവനന്ദ സ്വർണം നേടി. സെന്റ് ജോസഫ് HS പുലൂരാമ്പാറയിലെ വിദ്യാർത്ഥിനിയാണ് ദേവനന്ദ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.